പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1970 മുതൽ 2023 വരെ, അതായത് ഏകദേശം 53 കൊല്ലം ഒരു MLA ആയി നിൽക്കുക എന്ന് പറഞ്ഞാൽ, അതും ഒരേ നിയോജക മണ്ഡലത്തിൽ MLA ആയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുഷ്പം പറിക്കുന്ന പോലെ അത്രയും സുഖകരമായ ഒരു കാര്യമായിരുന്നു. 53 കൊല്ലം ഒരു ഇലക്ഷനിൽ പോലും തോൽക്കാതെ അടുപ്പിച്ച് 53 കൊല്ലം MLA ആയി നിന്ന ഒരു വ്യക്തിയാണ്. അതും പുതുപ്പള്ളിയിൽ നിന്ന് MLA ആയി നിന്ന വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അവസാന ഇലക്ഷനിൽ അദ്ദേഹം നിൽക്കുന്നില്ല എന്നൊക്കെല്ലാം പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെയാണ് ഇലക്ഷനിൽ നിന്നത്. 53 കൊല്ലം അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ 2ാം ചരമവാർഷികമാണ്. പുതുപ്പള്ളിക്ക് ഉമ്മൻചാണ്ടി കുഞ്ഞാണ്. എത്ര വലിയ മുഖ്യമന്ത്രി ആയാലും എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളിയിൽ വരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി അത് വളരെ ഫേമസ് ആയ ഒന്നാണ്. എത്ര പ്രശ്നങ്ങൾ അദ്ദേഹം നിമിഷ നേരം കൊണ്ട് തീർത്തിരിക്കുന്നു. പല ഫോണുകളിലൂടെയും അദ്ദേഹം പ്രശ്നങ്ങൾ അപ്പോൾ തീർത്ത ജനസമ്പർക്ക പരിപാടി വളരെ വിജയകരമായി നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മറ്റു പാർട്ടിക്കാർ കല്ലെറിയുന്ന ഒരു സംഭവമുണ്ടായി. സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് കല്ലെറിയുന്ന ഒരു സംഭവമുണ്ടായി. എന്നിട്ട് ആ വ്യക്തിയോട് പോലും ഉമ്മൻചാണ്ടി ക്ഷമിച്ചു. അതാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ വലുപ്പം. ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവും കൊണ്ടുവന്ന ആ KSRTC ബസ് ഒരു കിലോമീറ്റർ ഒന്ന് മാറാൻ വേണ്ടി മണിക്കൂറുകളാണ് എടുത്തത്. അത്രയും അധികം ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി. അദ്ദേഹത്തെ കറക്റ്റ് സമയത്ത് പുതുപ്പള്ളിയിൽ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഏകദേശം 40 മണിക്കൂറുകളോളം യാത്രയായിരുന്നു അദ്ദേഹത്തെ പുതുപ്പള്ളിയിൽ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട്. രാത്രി 12 മണിയോടടുത്താണ് പ്രത്യേക അനുവാദം വാങ്ങിയിട്ട് അദ്ദേഹത്തെ അടക്കിയത്. കാരണം അത്രയും നേരം വിലാപയാത്രയായിട്ട് നടത്തുകയായിരുന്നു. ഉമ്മൻചാണ്ടിയെ പറ്റി പറയാൻ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം പോരാത്ത ഒരവസ്ഥ വരും. അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ ഓർക്കുന്നു.